തുറന്ന കാഹളം കൊണ്ടേ സാധിക്കുകയുള്ളൂ. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് ശേഷം മൂന്നാമതായി അള്ളാഹു പടച്ചത് തുറന്ന കാഹളത്തെയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സൂറെന്ന് പറയുന്നത്. ഒരു അറാബിയായ മനുഷ്യൻ മുത്തുനബിയുടെ അടുക്കലേക്ക് കടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, സൂറെന്ന് പറഞ്ഞാൽ എന്താണ് റസൂലേ? ഒന്ന് സൂറിനെ കുറിച്ച് പറയുമോ ഹബീബേ? എന്താണ് സൂർ? എന്താണ് ഈ സൂർ എന്ന കാഹളം? ഒരു ശംഖ് പോലത്തെ വസ്തു കൊണ്ട് അതിങ്ങനെ വായിൽ ഘടിപ്പിച്ചിട്ട് ഊതുവാണോ? എന്താണ് ഈ സാധനം? പഠിക്കണം നമ്മൾ. ലോകം മുഴുവനും കിടുകിടാ വിറപ്പിക്കാൻ പോകുന്ന ഈ സാധനത്തിന്റെ രൂപം എന്താണ്, ഭാവം എന്താണ്, വലിപ്പം എന്താണ്? സൂറെന്ന് പറഞ്ഞാൽ എന്താണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ ഉടനെ സ്വഹാബത്തിനോട് പറയുകയാണ്, പ്രകാശത്താലുള്ള കുഴലാണ് സഹാബ, പ്രകാശത്താലുള്ള കുഴലാണ്. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ, അല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് ആദരവായ പ്രവാചകനെ പറയുകയാണ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ആ സൂറിന്റെ വലിപ്പമുണ്ടല്ലോ, അതിന്റെ വ്യാസമുണ്ടല്ലോ, അതിന്റെ നീളമുണ്ടല്ലോ, ഏഴാം ആകാശത്തിന്റെ മുകൾത്തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്നതായ പ്രകാശത്താലുള്ള കുഴലാണ് സൂറെന്ന കാഹളമെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ചിന്തിച്ചു നോക്കണേ സഹോദര, 16,15,15,000 കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് തീരുപ്പുന്ന സൂര്യൻ ശാസ്ത്രലോകം നിരീക്ഷണം നടത്തിയിട്ട് പറയുകയാണ്, ഒന്നാം ആകാശത്തിന്റെ ചുവട്ടിലെന്ന് പറയുമ്പോ 7 ആകാശങ്ങളുടെ ദൂരം എത്രയാണ്? ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ചോദിക്കുകയാണ് നബിയോട്, നബിയേ നബിയേ, ആ പരിശുദ്ധമായ ആകാശങ്ങൾക്കിടയിൽ ദൂരം എത്രയാണ്, ദൂരം എത്രയാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് 5000 വർഷമാണ് സഹാബ, 5000 സംവത്സരങ്ങളാണ് സഹാബ. ഒന്നാം ആകാശത്ത് നിന്ന് 2ലേക്കും 3ലേക്കും 4ലേക്കും 5ലേക്കും 6ലേക്കും 7ലേക്കും ഇതേ ദൂരം തന്നെയാണ്. 5000 വർഷത്തെ വഴി ദൂരമാണ് എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ബുദ്ധിയുള്ള മനുഷ്യൻ ആ വർഷത്തിന്റെ കണക്കും വഴിദൂരത്തിന്റെ കണക്കും പറഞ്ഞാലേ തിരിയുകയുള്ളൂ. അഥവാ കണക്കാക്കാൻ പറ്റാത്ത ദൂരമാണ്. ചുരുക്കി പറഞ്ഞാൽ 7ആം ആകാശത്തിന്റെ മുകൾത്തട്ട് മുതൽ 7ആം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്നതായ ബർക്കത്തായ ഒരു കുഴലാണ് സൂറെന്ന കാഹളമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രകാശത്താലുള്ള കുഴലാണ്. ആകാശ സീമകൾ മുഴുവൻ നിറഞ്ഞു നിൽക്കാൻ. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഊതിയാൽ എല്ലാവരുടെയും ചെവി അടിച്ചു. പിന്നെ നമ്മൾ കാണുന്നില്ലല്ലോ, അതാ കാണാത്ത രീതിക്കാണ്. അത് പ്രകാശത്താൽ വലയം ചെയ്യപ്പെട്ടിരിക്കുക. അതിലൂടെയാണ് ഊതുക. മൊത്തം എത്ര ഊത്തുണ്ട്? എത്ര ഊത്തുണ്ട്? 3 ഊതൽ. ഒന്നാമത്തെ ഊത്തിലൂടെ എല്ലാവരും പേടിപ്പിക്കും. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅ ശൈഉൻ അളീം യൗമ തറൗനഹാ تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس